ഇതൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ചിലർക്ക് പൊതുവേ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില സ്റ്റുഡൻസിന് ഇപ്പം മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാന്ന് പറയുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. സോ യു സീ ഹൗ മച്ച് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഉപയോഗപ്രദമാണെന്ന് നോക്കുക, അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഈ മെത്തേഡ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് ഇൻ്റർവൽസ് ഭയങ്കര വലുത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇപ്പം ഞാൻ ചെറുതായിരിക്കും ഭയങ്കര വലുത്, അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ കൂടുതലായിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ചതനുസരിച്ച് മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മിഡ് വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കുമ്പോൾ 50, 150, 250, 350, 450, 550, 650, 750. ഓക്കെ, മിഡ് വാല്യൂ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2, 0 + 100 ഡിവൈഡ് ബൈ 2, 52. പിന്നെ ഇതിൻ്റെ ലെങ്ത് 100, എല്ലാവരുടെ ലെങ്ത് ഈക്വൽ ആയിട്ട് 100 വെച്ച് ആഡ് ചെയ്ത് പോയി. അങ്ങനെയാണ് മിഡ് എക്സ് കണ്ടുപിടിച്ചത്. ഇത് ഇങ്ങനെ 50 വന്നുകൊണ്ട് ഇപ്പം നമ്മൾ ചില കേസിൽ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 25.5 അല്ലെങ്കിൽ 50.5, 35.5 ഇങ്ങനെ ഡെസിമൽ വരാം, അല്ലെങ്കിൽ 1000 സംതിങ് വരാം. അപ്പോൾ ഫ്രീക്വൻസിയും ഹൈ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ എഫക്ട്സ് കണ്ടുപിടിക്കുമ്പോൾ വലിയ നമ്പർ വരും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ കുറച്ചുകൂടെ വലുതായിട്ട് വരും. അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന്. ഈ ഷോർട്ട് കട്ട് മെത്തേഡിൽ എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളൊരു ഡി വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഡി എന്നും ഐ എന്നൊക്കെ അല്ലെങ്കിൽ സി എന്നൊക്കെ പല ടെക്സ്റ്റിലെ പല രീതിയിൽ എഴുതിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ഡി എന്ന് യൂസ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഡി കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിയുടെ വാല്യൂ പറയുകയാണെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ബൈ ഐ എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഐ എന്താണെന്ന് കണ്ടായിരുന്നു. ഐ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ക്ലാസ് ആണ്, 100 ആണ്. ഇപ്പം ഇവിടെ എ എന്ന് പറഞ്ഞാൽ എസ്യൂംഡ് മീൻ എന്നുള്ളതാണ്. എ ഈസ് നോൺ ആസ് എസ്യൂംഡ് മീൻ. അപ്പോൾ ഇവിടെ എസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സ് വാല്യൂസിൽ നടുക്ക് വരുന്ന വാല്യൂവിനെ നമ്മൾ മീനായിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ ഇവിടെ ഏകദേശം നടുക്ക് വരുന്നത് ഈ രണ്ട് വാല്യൂസാണ് വരുന്നത്. അപ്പം ഇതിൽ ഏതെടുത്താലും നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. യൂഷ്വലി നമ്മൾ ഫ്രീക്വൻസി ഹൈ വരുന്ന വാല്യൂ ആണ് എടുക്കാറുള്ളത്. അപ്പോൾ 6ന് കറസ്പോണ്ട് എടുത്താൽ ഈ വാല്യൂ എടുക്കാം. അതായത് 450 അസ്യൂംഡ് മീനായിട്ട് എടുക്കാം. ഇനി നിങ്ങൾ 750 അസ്യൂംഡ് മീനായിട്ട് എടുത്താലും 50 അസ്യൂംഡ് മീനായിട്ട് എടുത്താലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ആൻസറിന് വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ നടുക്കുള്ള വാല്യൂ ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വി വിൽ ടേക്ക് എ ആസ് 450. assumed mean a is equal to 450 എടുത്തു. അപ്പോൾ ഇനി ഇത് കാൽക്കുലേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ജനറൽ വാല്യൂ എക്സ് മൈനസ് എ ബൈ ഐ 100. അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കിയേ 450 ആദ്യത്തെ വാല്യൂവിന് നമുക്ക് ഡി കണ്ടുപിടിക്കാം. അപ്പം 50 മൈനസ് 450, 50 മൈനസ് 450 ദിസ് ഇസ് മൈനസ് 400 ഡിവൈഡ് ബൈ ഐ എന്ന് പറഞ്ഞാൽ 100 ആണ്, ഡിവൈഡ് ബൈ 100. അപ്പം മൈനസ് 100 ഡിവൈഡ് ബൈ 100 എന്ന് കിട്ടും -1 എന്ന് കിട്ടും. ഓക്കെ, ഇതേ കണക്ക് നമ്മൾ എല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് അത് ഷോർട്ട് കട്ട് മെത്തേഡ് ആവുന്നതിൻ്റെ റീസൺ. നമ്മൾ അസ്യൂംഡ് മീൻ എന്തെടുത്താലും അതിന് നേരെ 0 എഴുതുക. ഓക്കെ, അതിന് നേരെ സോറി ഇവിടെ വന്നത് -50 -4 എന്നായിരുന്നു. സോറി -4 ആയിരുന്നു. 450 - 50 ഡിവൈഡ് ബൈ 100 4 എന്നാണ്. അപ്പം ഇതിന് നേരെ 0 എഴുതുക. മുകളിലോട്ട് എന്തെഴുതുക -1 -2 -3 -4. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി 550 - 450 100 ഡിവൈഡ് ബൈ 100 എന്ത് കിട്ടും? +1 എന്ന് കിട്ടും. ഇത് +1 +2 +3. ഓക്കെ, പോസിറ്റീവ് എന്നുള്ള. അപ്പം ഷോർട്ട് കട്ട് മെത്തേഡ് ആവുന്നതിൻ്റെ റീസൺ ഇതാണ്. നമ്മൾ ഡി എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എക്ക് നേരെ 0 എഴുതുക. എക്ക് നേരെ 0 എഴുതിയിട്ട് മുകളിലോട്ട് നെഗറ്റീവ് എഴുതി പോവുക, താഴോട്ട് പോസിറ്റീവ്. ഇത് മാത്സിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ വീണ്ടും 2 മെത്തേഡായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാറുണ്ട്. നമ്മളുടെ കേസിൽ നമുക്ക് തരുന്ന ക്ലാസ്സസ് എല്ലാം പൊതുവേ എന്തായിരിക്കും, സെയിം ഇൻ്റർവൽ ലെങ്ത് ഉള്ളതായിരിക്കും. ഇതെല്ലാം 100 ആണ്. അപ്പം നമുക്ക് ഈ ഇൻ്റർവൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ ഐ എടുക്കാൻ പറ്റത്തില്ല. എക്സ് മൈനസ് എ മാത്രം വെച്ചായിരിക്കും ചെയ്യും. അപ്പോൾ അതിന് ചെറിയൊരു വ്യത്യാസം വരും. നിങ്ങൾക്ക് അങ്ങനെ ഇതുവരെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. സോ വിൽ ഫോളോ ദിസ് മെത്തേഡ് എന്നുള്ളതാണ്. ഐ ഈക്വൽ ആണ് എന്നുള്ളൊരു ഈക്വൽ ആയിരിക്കും, അങ്ങനെയാണ് ഇതുവരെയും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്.
സോ ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ഫോർമുല നോക്കാം. ഇവിടെ വരുമ്പോഴത്തേക്ക് ഫോർമുല വരുമ്പോൾ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ് ഇൻറ്റു ഐ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് നോർമലി മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്നുള്ളത്. അതിന് പകരമാണ് ഇവിടെ സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. പകരം അതിനോട് ആഡ് ചെയ്യപ്പെടുന്നത് എ പ്ലസ് ദിസ് ഇൻറ്റു ഐ എന്നുള്ളത്. അപ്പോൾ ഫോർമുല പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫോർമുലയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എഫ് ഡി കണ്ടുപിടിച്ചാൽ മതി. എഫ് ഡി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത്? കുറച്ചുകൂടി ചെറുതായില്ലേ? ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇതായി. ഇപ്പോൾ എഫ് ഡി എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു മൈനസ് സൈൻ ഉൾപ്പെടെ തന്നെ എഴുതണം. -8 -9 -10 -5 0 7 14 അല്ല 8 50. ഇനി ഇതിൻ്റെ സം എടുക്കാനായിട്ട് നമുക്ക് നോക്കാം. സം എടുക്കുമ്പോൾ ആദ്യം നെഗറ്റീവ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. നെഗറ്റീവ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. നെഗറ്റീവ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15 പ്ലസ് 9 24 24 പ്ലസ് 8 -32 കിട്ടും. പോസിറ്റീവ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 പ്ലസ് 8 15 പ്ലസ് 15 13 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതായത് സിഗ്മ എഫ് ടിയുടെ വാല്യൂ എത്ര വരും? എഫ് ടിയുടെ വാല്യൂ -2. ഓക്കെ, -32 പ്ലസ് 13 കൂടെ ആകുമ്പോൾ -2 ആയി. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പം നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? എ എത്രയായിരുന്നു? 450 പ്ലസ് -2 ഡിവൈഡ് ബൈ ഇനി സിഗ്മ എഫ് എത്രയായിരുന്നു? സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു 10 20 30 40 42 എന്നാണ് സിഗ്മ എഫ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ബൈ 42 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ 100 ആണ്. 2 ones 2 20 ones which is equal to 450 minus പ്ലസും മൈനസ് കൂടെ -100 ബൈ 21 is equal to 450 -100 എന്ന് 21 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4.7 meter, which is equal to 445.3 meter. So you get mean is 445.3. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇതിൻ്റെ അകത്ത് ഓർക്കേണ്ട ഫോർമുല ഓർക്കുക. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ബൈ സിഗ്മ എഫ് ഇൻറ്റു ഐ എന്നുള്ളത്. അവിടെ ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ബൈ ഐ ആണ്. ഡി ഇപ്പം നിങ്ങൾ അഥവാ ഫോർമുല എന്ന് ഓർക്കണമെന്നൊന്നുമില്ല, ഡി എന്ന് എഴുതുക. ഇതിൽ നടുക്ക് വരുന്ന വാല്യൂ എസ്യൂംഡ് മീനായിട്ട് എടുക്കുക, എ എന്ന് എടുക്കുക. അതിന് നേരെ 0 എഴുതുക, മുകളിലോട്ട് മൈനസും താഴോട്ട് പോസിറ്റീവും വരുന്ന രീതിയിൽ എഴുതി പോകുക. എന്നിട്ട് എഫ് എക്സിന് പകരം എഫ് ടി കണ്ടുപിടിച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മീനിൻ്റെ വാല്യൂ കിട്ടും. സോ ദിസ് ഇസ് ദ ഷോർട്ട് കട്ട് മെത്തേഡ്. ഇത് പറഞ്ഞു തന്നെയെന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് നോർമലി വളരെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ചെറിയ നമ്പേഴ്സ് വെച്ചിട്ടാണ് വരുന്നത്. അഥവാ എപ്പോഴെങ്കിലും വലിയ നമ്പേഴ്സ് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ബി എഡ് പഠിച്ച വർഷം വലിയ നമ്പേഴ്സ് വെച്ചായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് പോസിറ്റീവ് വരുന്നത് ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം.
അത് അറിയാവുന്നവർ മാത്രമേ ഈ മെത്തേഡ് ഫോളോ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ നമ്മൾ പഠിച്ച മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ.